നമസ്തേ. എറൗണ്ട് ദ വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിലെ നാടകീയത തുടരുന്നു. ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടാതെ വന്നതോടെ മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാനും നവാസ് ഷെരീഫും ജയം അവകാശപ്പെട്ട് രംഗത്തെത്തി. വോട്ടെണ്ണലിൽ അട്ടിമറി നടന്നുവെന്ന് ഇമ്രാൻ്റെ പാർട്ടി ആരോപിച്ചു. അതിൽ പുതുമയൊന്നുമില്ല. തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്ന് പട്ടാളം നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. നവാസിനെയും പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം ഇമ്രാൻഖാൻ്റെ പാർട്ടി അധികാരത്തിൽ വരാൻ പാടില്ല. തുടർന്ന് പതിവ് പോലെ സൈന്യത്തിൻ്റെ ഇടപെടൽ. സർക്കാരുണ്ടാക്കാൻ നവാസിൻ്റെ പാർട്ടിയെ സഹായിക്കാൻ പട്ടാള നേതൃത്വം ചർച്ച തുടങ്ങി. 5 വർഷം മുൻപ് ഇതേ പട്ടാളത്തിൻ്റെ ആശീർവാദത്തോടെയാണ് ഇമ്രാൻഖാൻ അധികാരത്തിലെത്തിയത് എന്നത് മറ്റൊരു ചരിത്രം. പ്രധാനമായും 3 പാർട്ടികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. മുൻ പ്രധാനമന്ത്രിമാരായ ഇമ്രാൻഖാൻ്റെ പാകിസ്ഥാൻ തെഹ്രീക്ക്-ഇ-ഇൻസാഫ്, നവാസ് ഷെരീഫിൻ്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ്, ബേനസീർ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി. ദേശീയ അസംബ്ലിയിലെ ആകെ സീറ്റുകളുടെ എണ്ണം 336 ആണ്. ഇതിൽ 266 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇത്തവണ വോട്ടെടുപ്പ് നടന്നത് 265 സീറ്റിലേക്ക്. പഞ്ചാബ് പ്രവിശ്യയിൽ 141, സിന്ധിൽ 61, ഖൈബർ പഖ്തൂൺഖോയിൽ 45, ബലൂചിസ്ഥാനിൽ 16, ഇസ്ലാമാബാദിൽ 3 എന്നിങ്ങനെയാണ് സീറ്റുകളുടെ നില. ഭൂരിപക്ഷത്തിന് 133 സീറ്റ് വേണം. 336-ൽ അവശേഷിക്കുന്ന 70 സീറ്റിൽ 60 എണ്ണം സ്ത്രീകൾക്കും 10 എണ്ണം ന്യൂനപക്ഷങ്ങൾക്കും സംവരണം ചെയ്തിരിക്കുന്നു. ഇതിലേക്ക് ഭൂരിപക്ഷം നേടിയ പാർട്ടിയിൽ നിന്നും അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യും. നിലവിൽ പുറത്തുവന്ന കണക്കുകളനുസരിച്ച് ഇമ്രാൻ്റെ പാർട്ടിക്ക് 101, നവാസിൻ്റെ പാർട്ടിക്ക് 73, ഭൂട്ടയുടെ പാർട്ടിക്ക് 54, മുത്താഹിദ കോമിക്ക് 17, മറ്റുള്ളവർ 20 സീറ്റിലും വിജയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫെബ്രുവരി 22-നായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നത്. എന്നാൽ ഇമ്രാൻഖാനും നവാസ് ഷെരീഫും ജയം അവകാശപ്പെട്ട് രംഗത്തെത്തിക്കഴിഞ്ഞു. വോട്ടെണ്ണൽ നടന്ന ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ഫലം പ്രഖ്യാപിച്ചത് വളരെ വൈകിയാണ്. പട്ടാളം വോട്ടെണ്ണൽ അട്ടിമറിക്കുകയാണെന്ന് ഇമ്രാനും പാർട്ടിയും ആരോപിച്ചു. PTIയേക്കാൾ 30 സീറ്റ് കുറവുള്ള നവാസിൻ്റെ പാർട്ടിയുടെ വിജയത്തെ PTI പരിഹസിച്ചു. ഇതിനോടൊപ്പം 4 പ്രവിശ്യാ തെരഞ്ഞെടുപ്പ് നടന്നു. आपने कल वोट देकर अपनी हकीकी आज़ादी की बुनियाद रख दी है। मैं आप सबको इलेक्शन 2024 जीतने पर मुबारकबाद देता हूँ। मुझे आप सब पर पूरा भरोसा था कि आप वोट देने निकलेंगे। आपने मेरे भरोसे का मान रखा और आपके मैसिव टर्नआउट ने सबको हैरान कर दिया है। नवाज शरीफ एक कम ज़र्फ इंसान है जिसने ऑफिशियल नताइज के मुताबिक 30 सीट्स पीछे होते हुए भी विक्ट्री स्पीच कर दी है। कोई पाकिस्तानी उसे नहीं मानेगा और इंटरनेशनल मीडिया भी उस बेवकूफ़ी पर लिख रहा है। मेरे पाकिस्तानियों, आप सब ने तारीख़ रकम कर दी है। मुझे आप पर बहुत फ़ख्र है और मैं अल्लाह का शुक्र अदा करता हूँ कि उसने हमें एक कौम बना दिया है। सब ने आपके वोट की ताकत देखी है। अब वोट की हिफाजत करने की सलाहियत भी दिखाएं। ഐക്യ സർക്കാർ രൂപീകരിക്കാൻ തയ്യാറാകണമെന്ന് സൈനിക മേധാവി അസീം മുനീർ ആവശ്യപ്പെട്ടു. ആരുമായും കൂട്ടുകക്ഷി ഭരണത്തിന് തയ്യാറാണെന്ന് നവാസ് ഷെരീഫ് പറഞ്ഞു. ഭൂട്ടോയുമായും മുക്താഹിദ കോമി നേതൃത്വവുമായും നവാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തി. സഖ്യം സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും. അപ്പോഴും ഒറ്റയ്ക്കു ഭരണം പിടിക്കുമെന്നാണ് PTI നേതൃത്വം അവകാശപ്പെടുന്നത്. നിരവധി വെല്ലുവിളികൾ അതിജീവിച്ചാണ് PTI ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത്. ദേശീയ പാർട്ടികൾ ആഭ്യന്തര തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ചട്ടം PTI ലംഘിച്ചെന്നാരോപിച്ച് സുപ്രീം കോടതി PTIയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ബാറ്റ് നിരോധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് സ്വതന്ത്രരായി വ്യത്യസ്ത ചിഹ്നങ്ങളിലാണ് ഇമ്രാൻ്റെ പാർട്ടി അംഗങ്ങൾ മത്സരിച്ചത്. വിദ്യാഭ്യാസവും സാമൂഹികവുമായി പിന്നോക്കം നിൽക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ പാർട്ടികളുടെ ചിഹ്നം മാത്രം നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. ഇത് PTIയുടെ സ്ഥിരം വോട്ടു ബാങ്കിൽ വലിയ ചോർച്ച ഉണ്ടാക്കി. PTIയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം റിപ്പോർട്ട് ചെയ്യരുതെന്നും മാധ്യമങ്ങൾക്ക് കർശന നിർദ്ദേശമുണ്ടായിരുന്നു. PTIയുടെ സ്വതന്ത്ര അംഗങ്ങളെ മറുകൊണ്ടം ചാടിക്കാൻ നവാസ് ക്യാമ്പ് കഠിന പ്രയത്നത്തിലാണ്. ഭീഷണിയും മോഹന വാഗ്ദാനങ്ങളുമാണ് ആയുധം.
പുതിയതായി അധികാരമേൽക്കുന്ന സർക്കാരിന് കൂപ്പുകുത്തിയ സമ്പദ്ഘടനയെ കരകയറ്റുക എന്ന വലിയ വെല്ലുവിളിയും ബാക്കിയാണ്. ഇമ്രാനെ ഇന്ന് വേട്ടയാടുന്ന പട്ടാളം തന്നെയാണ് 2018 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത്. कि मैं खुलूस नीयत से पाकिस्तान का हामी और वफादार रहूँगा कि बहैसियत वज़ीर आज़म पाकिस्तान मैं अपने फ़राइज़ व कारहाय मनसबी പാക് ചാർ സംഘടനയായ ISI മേധാവിയുടെ നിയമനത്തെ ചൊല്ലി അന്നത്തെ പട്ടാള മേധാവി ജനറൽ ബജ്വയും ഇമ്രാനും തെറ്റി. ISI മേധാവിയായിരുന്ന ഫായിസ് ചൗധരി തൽക്കാലം തുടരണമെന്നും പട്ടാള മേധാവി ബജ്വ വിരമിക്കുമ്പോൾ ആ സ്ഥാനത്ത് ചൗധരിയെ നിയമിക്കാനുമായിരുന്നു ഇമ്രാന്റെ പദ്ധതി. ഈ തർക്കം പരസ്യമായി. ഇതിനിടെ ഇമ്രാന്റെ സർക്കാരിനെ വീഴ്ത്താനുള്ള നീക്കങ്ങൾ പട്ടാളം തുടങ്ങിയിരുന്നു. അത് വിജയിക്കുകയും ചെയ്തു. പുതിയതായി അധികാരമേറ്റ ഷഹബാസ് സർക്കാർ ബജ്വ വിരമിച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് ജനറൽ അസീം മുനീറിനെ നിയമിച്ചു. മുൻ ISI മേധാവിയായിരുന്ന മുനീറിനെ പുറത്താക്കിയത് ഇമ്രാൻ ഖാനായിരുന്നു. അതേ മുനീറിനെ പട്ടാള മേധാവിയാക്കിയ ഷഹബാസ് സർക്കാരിൻ്റെ തീരുമാനം ഇമ്രാനെ എന്നേക്കുമായി ഒതുക്കുകയായിരുന്നു. പിന്നീട് ഇതുവരെയുണ്ടായ സംഭവ വികാസങ്ങൾ അതിൻ്റെ തുടർച്ചയായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി കേസുകളുടെ ഒരു വൻനിര തന്നെ ഇമ്രാനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. റാവൽപിണ്ടിയിലെ ജയിലിലാണ് ഇമ്രാൻ ഖാൻ ഇപ്പോൾ. പാർട്ടി ചിഹ്നം വരെ കോടതിയെ ഉപയോഗിച്ച് നിഷേധിച്ചതോടെ പാർട്ടിയുടെ അടിവേരറുക്കാനും പട്ടാളം ശ്രമിച്ചു. 3 പ്രാവശ്യം പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ് 4ാമത്തെ അവസരത്തിനായാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ന്യൂഡൽഹിയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്ന നേതാവ് എന്നാണ് നവാസ് അറിയപ്പെടുന്നത്. പക്ഷേ പട്ടാളത്തിൻ്റെ എതിർപ്പ് അവഗണിച്ച് ഏതെങ്കിലും ഒരു തീരുമാനമെടുത്താൽ ഇമ്രാന്റെ വിധി തന്നെയാകും നവാസിനും. അയൽ രാജ്യത്തെ രാഷ്ട്രീയ നാടകം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ന്യൂഡൽഹിയും.